നമസ്കാരം. എല്ലാവർക്കും അലിഗ്രോ മാത്തിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. എന്റെ പേര് അരൂപ് എന്നാണ്. നമ്മൾ ഇന്ന് മുതൽ ആരംഭിക്കുന്നത് നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആയിട്ടുള്ള PSCക്ക് ആവശ്യമായ മാത്സിന്റെ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ അല്ലെങ്കിൽ ഇന്ന് മുതൽ നമ്മൾ ആരംഭിക്കുന്നത്. അപ്പൊ നമ്മുടെ ഈ പറയുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻസ് 2024 ക്വസ്റ്റ്യൻസ് നമ്മൾ ഓരോ ദിവസമായിട്ട് ഇങ്ങനെ ചെയ്തു വരുന്നുണ്ട്. അതിനോടൊപ്പം നമ്മൾ ഈ പറയുന്ന SCERT ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള കാര്യങ്ങളിലൂടെ നമ്മൾ ഇനി പഠിച്ചു. നമുക്കറിയാം നമ്മുടെ കഴിഞ്ഞ 2 മാസത്തെ അല്ലെങ്കിൽ ഒരു മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിൽ PSC നടത്തിയ പരീക്ഷകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അതിനകത്ത് വന്ന മാത്സിന്റെ ചോദ്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എല്ലാം തന്നെ നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. ഓക്കെയാണ്. അതായത് ഒരു 3 ആഴ്ചക്ക് മുമ്പ് ഒരു LD ക്ലർക്കിന്റെ നമ്മൾ തന്നെ ഈ പറഞ്ഞ നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ അതിന്റെ എക്സ്പ്ലനേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് ഒന്ന് ആ ക്വസ്റ്റ്യൻസ് ഒന്ന് കയറി നോക്കുക. ഒരു 3 ആഴ്ചക്ക് മുമ്പ് നടന്ന ഒരു LD ക്ലർക്ക് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റിന്റെ ഒരു പരീക്ഷ ഉണ്ടായിരുന്നു. അപ്പൊ അതിനകത്തുള്ള ചോദ്യങ്ങൾ നിങ്ങൾ പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കോർഡിനേറ്റ് ജോമെട്രി, സർക്കിൾസും വൃത്തങ്ങൾ എന്നൊക്കെ പറയുന്ന ചാപ്റ്ററിൽ നിന്നൊക്കെ വരുന്ന ചോദ്യങ്ങളാണ് അധികവും ചോദിച്ചിട്ടുള്ളത്. അപ്പോ ഉറപ്പായിട്ടും ഇനി വരാൻ പോകുന്ന നമ്മുടെ LDC 2024 LPUP പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവർ ഉറപ്പായിട്ടും നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കുമായിട്ട് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ. അപ്പൊ അതിനെ മുൻനിർത്തിക്കൊണ്ടാണ് നമ്മൾ ഒരു പുതിയ SCERT സീരീസ് എന്ന് പറഞ്ഞ് ഈ ഒരു സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന്റെ ഫസ്റ്റ് ക്ലാസ് ആണ്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സമാന്തര ശ്രേണികൾ എന്ന് പറയുന്ന ചാപ്റ്റർ. നമ്മുടെ 10ാം ക്ലാസ്സിൽ ഫസ്റ്റ് ചാപ്റ്റർ ആണ് സമാന്തര ശ്രേണികൾ അല്ലെങ്കിൽ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ. അപ്പോ അതിന്റെ ആ ഒരു ചാപ്റ്ററിന്റെ ഫുള്ള് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കാണില്ല. അതിന്റെ പാർട്ട് 1 ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും. പാർട്ട് 1 ആണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ക്ലാസ്സിലേക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം അരിത്തമെറ്റിക് പ്രോഗ്രഷൻ അല്ലെങ്കിൽ സമാന്തര ശ്രേണി എന്താണെന്നൊക്കെ ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം. എങ്കിലും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള ഡെഫിനിഷൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. ടെക്സ്റ്റ് ബുക്കിനകത്ത് എന്താണ് സമാന്തര ശ്രേണി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു സംഖ്യയിൽ നിന്ന് തുടങ്ങി ഒരേ സംഖ്യ തന്നെ വീണ്ടും വീണ്ടും കൂട്ടി കിട്ടുന്ന ശ്രേണിക്ക് സമാന്തര ശ്രേണി അല്ലെങ്കിൽ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നു. ഓക്കെ, ഞാൻ ആ ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള ആ സെയിം ആ പേജ് തന്നെയാണ് ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുള്ളത്. അപ്പൊ എങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ 10ാം ക്ലാസ്സിന്റെ ടെക്സ്റ്റ് ബുക്കിനകത്ത് പറഞ്ഞിരിക്കുന്നത് എങ്ങനെ? നമ്മൾ ചിലരെടുത്ത് ചോദിക്കും, എത്ര അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്നൊക്കെ ചോദിച്ചാൽ അത് പൊതുവ്യത്യാസം ഉണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് പറയാം പൊതുവ്യത്യാസം ഉണ്ടെങ്കിൽ എന്താണ് സമാന്തര ശ്രേണിയൊക്കെ തന്നെയാണ്. എങ്കിലും നമ്മുടെ 2023 അവസാന മാസങ്ങളിൽ നടന്ന ചില പരീക്ഷയ്ക്കകത്ത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള അതേ ഡെഫിനിഷൻസ് തന്നെ സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ നമ്മുടെ മാത്സിന്റെ പ്രത്യേകിച്ച് നമ്മുടെ UPSC ഒരു UP സ്കൂൾ അസിസ്റ്റന്റ് ഒരു പരീക്ഷ നടന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതിന്റെ ചോദ്യത്തിനകത്ത് ഈ പറയുന്ന നമ്മുടെ മാത്സുമായിട്ട് ബന്ധപ്പെട്ട ഡെഫിനിഷൻസ് അതേപോലെ സ്റ്റേറ്റ്മെന്റിന്റെ അകത്തിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ എന്നറിയണം ഡെഫിനിഷൻസ് നമ്മൾ ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കണം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് പറഞ്ഞിരിക്കുന്നത് സമാന്തര ശ്രേണി എന്ന് പറഞ്ഞാൽ ഒരു സംഖ്യയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അല്ലെ ഏതെങ്കിലും ഒരു സംഖ്യയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അല്ലെങ്കിൽ ഒരു സംഖ്യയിൽ നിന്ന് തുടങ്ങി ഒരേ സംഖ്യ തന്നെ വീണ്ടും 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 കൂട്ടി 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 പോകുന്ന ശ്രേണിക്ക് പറയുന്നതാണ് സമാന്തര ശ്രേണി. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനിവിടെ 5ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണേ ഞാൻ 4 വെച്ച് കൂട്ടി കൂട്ടി പോകണം. 5ന്റെ കൂടെ 4 കൂട്ടി എത്ര കിട്ടി? 9 കിട്ടി. 9ന്റെ കൂടെ 4 കൂട്ടി 13 കിട്ടി. 13ന്റെ കൂടെ 4 കൂട്ടി 17 കിട്ടി. ഇങ്ങനെ 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 പോയിക്കൊണ്ടിരിക്കുന്ന ശ്രേണിയെ നമുക്ക് എന്ത് പറയാം? സമാന്തര ശ്രേണി എന്ന് പറയാം. അല്ലെ ഇവിടെ ഏതെങ്കിലും ഒരു സംഖ്യയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, ഒരേ സംഖ്യ തന്നെ, അതായത് 4 എന്ന് പറയുന്ന സംഖ്യ തന്നെ അല്ലെ കൂട്ടി 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 പോയിക്കൊണ്ടിരിക്കുകയാണ്. പറയാം എന്താണ്? ഒരു സമാന്തര ശ്രേണിയാണ്. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന നമ്മൾ കൂട്ടി 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 പോകുന്ന നമ്പർ അല്ലെ നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ എക്സാമ്പിൾ ആണെങ്കിൽ 5ന്റെ കൂടെ 4 കൂട്ടി 9 കിട്ടി. 9ന്റെ കൂടെ 4 കൂട്ടി 13 കിട്ടി. ഇങ്ങനെ 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 പോയിക്കൊണ്ടിരിക്കുന്ന ശ്രേണിയില് പൊതു വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്ക് ഇങ്ങനെയാണ് പറയുന്നത്. ഏത് പദത്തിൽ നിന്നും തൊട്ട് പിറകിലെ അല്ലെങ്കിൽ തൊട്ട് പുറകിലെ പദം കുറച്ചാൽ ഒരേ സംഖ്യ തന്നെ കിട്ടുന്ന ശ്രേണിയാണ് സമാന്തര ശ്രേണി എന്നൊക്കെ പറയും. ഇനി താഴോട്ട് പറയുമ്പോൾ എങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്? ഒരു പദത്തിൽ നിന്ന് തൊട്ട് പുറകിലെ പദം കുറച്ച് കിട്ടുന്ന ഈ സ്ഥിര വ്യത്യാസത്തെ സ്ഥിരമായിട്ട് കിട്ടുന്ന അല്ലെ ഒരു കോൺസ്റ്റന്റിന്റെ സ്ഥിര വ്യത്യാസത്തെ സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസം അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് എന്നൊക്കെ പറയും.
ഓക്കെ, ഞാൻ ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള കാര്യം തന്നെയാണ് അതേപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഏത് പദത്തിൽ നിന്ന് തൊട്ട് പുറകിലുള്ള പദം കുറച്ചാൽ എന്ത് കിട്ടും? പൊതു വ്യത്യാസം കിട്ടും. ഇവിടെ തന്നെ പറഞ്ഞു നോക്ക്. ഈ പറയുന്നത് രണ്ടാമത്തെ പദം എടുക്കുകയാണെങ്കിൽ ഇതിൽ നിന്ന് തൊട്ട് മുന്നുള്ള പദം എന്ന് പറഞ്ഞാൽ അഞ്ചല്ലേ? 9-ൽ നിന്ന് 5 കുറയ്ക്കുമ്പോൾ ഇവിടത്തെ പൊതു വ്യത്യാസമായ എത്രയെന്ന് കിട്ടും? 4. വീണ്ടും വേണ്ട, നമുക്ക് ഈ പറഞ്ഞ 13-ൽ നിന്ന് തൊട്ട് മുന്നേ ഉള്ള 9 കുറച്ചാലും എന്ത് തന്നെ കിട്ടും? നമ്മുടെ പൊതു വ്യത്യാസം 4 തന്നെ കിട്ടും. ഓക്കെയാണ്. ഒന്ന് മനസ്സിലായിക്കോളെ. ഏതൊരു പദത്തിൽ നിന്ന് ഇപ്പൊ സാധാരണ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് എന്താണ്? രണ്ടാം പദം മൈനസ് ആദ്യ പദം എന്നാണ്. അതിനകത്ത് കോമൺ ആയിട്ട് പഠിച്ചു വെച്ചാലും കുഴപ്പമില്ല. എങ്ങനെയാ പറയുന്നത്? സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം ചെയ്യുമ്പോൾ രണ്ടാം പദത്തിൽ നിന്ന് ആദ്യ പദം കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പൊതു വ്യത്യാസം, കോമൺ ഡിഫറൻസ് കിട്ടും എന്നൊക്കെ നമ്മൾ പഠിക്കും. അത് തന്നെയാണ് സംഭവം, അത് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കിയിരിക്കുക. 10-ാം പദമാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ 10-ാം പദത്തിൽ നിന്ന് തൊട്ട് മുന്നേയുള്ള 9-ാമത്തെ പദം കുറയ്ക്കുമ്പോൾ കിട്ടും പൊതു വ്യത്യാസം കിട്ടും. 15-ാം പദം എടുക്കണമെങ്കിൽ 15-ാം പദത്തിൽ നിന്ന് തൊട്ട് മുന്നേയുള്ള 14-ാം പദം കുറയ്ക്കുകയാണെങ്കിൽ എന്ത് കിട്ടും? പൊതു വ്യത്യാസം കിട്ടും. ഓക്കെയാണ്, മനസ്സിലാക്കിയിരിക്കുക. ഏതൊരു പദത്തിൽ നിന്ന് തൊട്ട് പുറകിലുള്ള പദം കുറച്ചാൽ എന്ത് കിട്ടും? പൊതു വ്യത്യാസം. ഓക്കെ അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് തന്നെയുള്ള ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദ്യം ഞാൻ അതേപോലെ എടുത്തിട്ടുണ്ട്. ചുവടെ പറഞ്ഞിരിക്കുന്ന ശ്രേണികൾ ഓരോന്നും സമാന്തര ശ്രേണിയാണോ എന്ന് തീരുമാനിക്കുക. കാരണം എഴുതണം, സമാന്തര ശ്രേണിയാണെങ്കിൽ പൊതു വ്യത്യാസം എഴുതണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് കുറെ ശ്രേണികളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഇതിൽ സമാന്തര ശ്രേണികൾ ഏതാണ്, അല്ലെങ്കിൽ സമാന്തര ശ്രേണി അല്ലാത്തത് ഏതെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെയാണ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള ചോദ്യമായിട്ട് പറയാം. താഴെ പറയുന്നതിൽ സമാന്തര ശ്രേണിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഏതൊക്കെയാണ് എന്ന് വേണമെങ്കിൽ ഒരു ചോദ്യം അല്ലെ. താഴെ പറയുന്നതിൽ ഇങ്ങനെ കുറെ ശ്രേണികളെ പറ്റി പറയുന്നുണ്ട്. ഇതിൽ സമാന്തര ശ്രേണി ഏതൊക്കെയാണ് എന്ന് പറഞ്ഞൊരു ചോദ്യം വേണമെങ്കിൽ ചോദിക്കാം അല്ലെ. പറഞ്ഞു വരാം. അപ്പൊ ഇവിടെ ആദ്യം പറഞ്ഞിരിക്കുന്നത് ഒറ്റ സംഖ്യകളുടെ ശ്രേണിയാണ്. ഒറ്റ സംഖ്യകളുടെ ശ്രേണി. ഓർത്ത് നോക്കി. ഒറ്റ സംഖ്യ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? 1 ഉണ്ട്, 3, 5 അല്ലെ. ഇവിടെ തന്നെ എഴുതി പറയാം. 1, 3 അല്ലെ, 5, 7 ഇങ്ങനെ പോകുന്നതല്ലേ ഒറ്റ സംഖ്യകൾ. അപ്പൊ ഒറ്റ സംഖ്യകളുടെ ശ്രേണി നമ്മൾ പറയുകയാണെങ്കിൽ അതൊരു സമാന്തര ശ്രേണി അല്ലയോ? ഇല്ലേ തന്നെ. ഇവിടുത്തെ പൊതു വ്യത്യാസം എത്രയായിരിക്കും? 2 വെച്ച് കൂടി പോകുന്ന ശ്രേണിയാണെന്ന് ഒറ്റ സംഖ്യ അല്ലേ. അപ്പൊ പറയാം ഏതെങ്കിലും ഒരു സംഖ്യയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഒരേ സംഖ്യ തന്നെ കൂട്ടി പോകുന്നു. അതായത് 1-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 2 വെച്ച് കൂടി പോകുകയാണെങ്കിൽ ഒറ്റ സംഖ്യകളുടെ ശ്രേണി എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? സമാന്തര ശ്രേണി തന്നെയാണ്. അപ്പോ ഒന്നാമത്തത് എന്താണ്? സമാന്തര ശ്രേണിയാണ്. പറ അടുത്ത ഇരട്ട സംഖ്യകളുടെ ശ്രേണി. നമുക്കറിയാം ഇരട്ട സംഖ്യകളുടെ ശ്രേണിയാണെങ്കിൽ എങ്ങനെ പോകും? 2, 4, 6 എന്ന് പറഞ്ഞു പോകുന്ന ശ്രേണിയല്ലേ. അപ്പൊ ഏതോ ഒരു സംഖ്യയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, 2-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 2 വെച്ച് കൂടി പോകുകയാണെങ്കിൽ ഇരട്ട സംഖ്യകളുടെ ശ്രേണിയും എന്ത് തന്നെയാണ്? സമാന്തര ശ്രേണിയാണ്. പറയാം, ഒന്നാമത്തത് സമാന്തര ശ്രേണിയാണ്, രണ്ടാമത്തതും സമാന്തര ശ്രേണിയാണ്. ബാക്കി പറയാം. ഒറ്റ സംഖ്യകളുടെ പകുതിയായ ഭിന്ന സംഖ്യകളുടെ ശ്രേണി എന്നാ പറഞ്ഞിരിക്കുന്നത്. ഒറ്റ സംഖ്യകളുടെ പകുതി പറഞ്ഞു നോക്കാം. ഒറ്റ സംഖ്യകളുടെ പകുതി, ഒന്നിന്റെ പകുതി എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര എന്ന് പറയാം? അര എന്ന് പറയാം. അടുത്ത ഒറ്റ സംഖ്യ ഏതാ? 3 അല്ലേ. 3ന്റെ പകുതി എത്രയാണ്? 1.5 എന്ന് പറയാം അല്ലെ. അല്ലെങ്കിൽ നമുക്ക് 3/2 എന്ന് പറയാം. അടുത്ത ഒറ്റ സംഖ്യ ഏതാണ്? 5. 5ന്റെ പകുതി നമ്മൾ എങ്ങനെയെന്ന് പറയും? 5/2 എന്ന് പറയും. 5/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2.5 വീണ്ടും പറയാം. അടുത്ത ഒറ്റ സംഖ്യ എന്ന് പറഞ്ഞാൽ 7 ആണ്. 7ന്റെ പകുതി എന്ന് പറഞ്ഞാൽ 7/2 ആണ്. 7/2 എന്ന് പറഞ്ഞാൽ എന്താണ്? 3.5 എന്ന്. അപ്പൊ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ആദ്യം നമ്മൾ അര എഴുതി, 1.5 എഴുതി, 2.5 എഴുതി, 3.5. അപ്പൊ എങ്ങനെയാണ്? അര, 1.5, 2.5, 3.5, 4.5, 5.5 എന്നിങ്ങനെ പറഞ്ഞു പോകുന്ന ശ്രേണി എന്താണ്? അതൊരു സമാന്തര ശ്രേണി അല്ലേ? എത്ര വെച്ച് കൂടി പോകുന്നു? 1 വെച്ച് അല്ലെ. അല്ലെ, അര പറഞ്ഞു, അരയുടെ കൂടെ വീണ്ടും 1 കൂട്ടിയപ്പോ എന്തായി? 1.5 ആയി. വീണ്ടും ഒരു 1 കൂടെ കൂട്ടിയപ്പോ എന്തായി? 2.5 ആയി. വീണ്ടും ഒരു 1 കൂടെ കൂട്ടിയപ്പോ എന്തായി? 3.5 ആയി. പറയാം, ഒറ്റ സംഖ്യകളുടെ ശ്രേണി എന്ന് പറഞ്ഞാൽ പൊതുവ്യത്യാസം എത്രയാണ്? പൊതുവ്യത്യാസം ഒന്നായ ഒരു സമാന്തര ശ്രേണി തന്നെയാണ്. അപ്പൊ നമുക്ക് ഉറപ്പിച്ച് പറയാം, ഒറ്റ സംഖ്യകളുടെ പകുതിയായ ഭിന്നസംഖ്യ. ഒറ്റ സംഖ്യയുടെ പകുതി, അതായത് 1ന്റെ പകുതി, 3ന്റെ പകുതി, 5ന്റെ പകുതി, 7ന്റെ പകുതി ഇങ്ങനെ പോകുന്നത് എത്ര വെച്ച് കൂടി പോകും? 1 വെച്ച് കൂടി പോയിക്കൊണ്ടിരിക്കും. അത് എന്ത് തന്നെയാണ്? അതൊരു സമാന്തര ശ്രേണി തന്നെയാണ്. ഓക്കെ അല്ലേ? അടുത്തത് നല്ലതൊന്നാണ്. 2ന്റെ കൃതികളുടെ ശ്രേണി എന്നാ പറഞ്ഞിരിക്കുന്നത്. 2ന്റെ കൃതികളുടെ ശ്രേണി. 2ന്റെ കൃതികൾ എന്ന് ഉദ്ദേശിക്കുന്നത്, കൃതി എന്ന് പറഞ്ഞാൽ പവർ എന്നാണ്. അപ്പൊ 2ന്റെ എക്സ്പോണൻസ് ഏതൊക്കെയാ? 2⁻1 എന്ന് പറഞ്ഞാൽ 2 തന്നെയാണ്. അടുത്തേത് പറയും? 2ന്റെ സ്ക്വയർ അല്ലെ. 2 പറഞ്ഞു. അടുത്ത 2ന്റെ സ്ക്വയർ ആയ
4, അടുത്ത് 2ന്റെ ക്യൂബായ അല്ലെങ്കിൽ 2⁻3 8, വീണ്ടും 2⁻4 16, വീണ്ടും 2�5 32, 64, ഇങ്ങനെ പറഞ്ഞു പോകും. ഇത് സമാന്തര ശ്രേണിയാണോ? നോക്കി വെക്കും. ഓ എങ്ങനെ പറഞ്ഞു? 2ന്റെ കൃതികൾ എന്ന് പറയുമ്പോൾ 2⁻1 അല്ലെങ്കിൽ 2 ആണ്. അടുത്തതാണ് 2ന്റെ സ്ക്വയർ 4. അടുത്ത 2ന്റെ കൃതി 2⁻3 അല്ലെ 2ന്റെ ക്യൂബ് എത്രയാണ്? 8 ആണ്. 2⁻4 അത് 16 ആണ്. 2⁻5 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 5 പ്രാവശ്യം 2 ഗുണിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 32 കിട്ടും. അപ്പൊ ആ ശ്രേണി ഒന്ന് സൂക്ഷിച്ച് നോക്കി. 2ന്റെ കൂടെ 2 കൂടി 4 കിട്ടി. 4ന്റെ കൂടെ പിന്നെ 4 കൂടി 8, 8ന്റെ കൂടെ പിന്നെ 8 കൂടി 16, 16ന്റെ കൂടെ വീണ്ടും 16 കൂടി. ഒരേ സംഖ്യ തന്നെ കൂട്ടി കൂട്ടി പോകുന്നേ അല്ല. അപ്പോഴെന്തല്ല ഈ പറയുന്ന 2ന്റെ കൃതികളുടെ ശ്രേണി എന്തല്ല? അതൊരു സമാന്തര ശ്രേണി അല്ല. അടുത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? എണ്ണൽ സംഖ്യകളുടെ വ്യൂൽക്രമത്തിന്റെ ശ്രേണി. എണ്ണൽ സംഖ്യകളുടെ വ്യൂൽക്രമം നമുക്ക് പറഞ്ഞു നോക്കാം. വ്യൂൽക്രമം എന്ന് പറഞ്ഞാൽ റെസിപ്രോക്കൽ എന്നാണ്, അല്ലെങ്കിൽ നമ്മൾ ഗുണന വിപരീതം എന്നൊക്കെ പറയാറുണ്ട്. ആ ഒരു വാക്കുകൂടെ ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കണം. ഈ പറയണം വ്യൂൽക്രമത്തിന് നമുക്ക് വേറെ രീതിയിൽ നമ്മൾ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് അല്ലെങ്കിൽ ഗുണന വിപരീതം എന്നും പറയാം, അല്ലെ? ഗുണന വിപരീതം എന്നും പറയാം. എന്തെങ്കിലും ആവട്ടെ, എണ്ണൽ സംഖ്യകളുടെ വ്യൂൽക്രമം. എണ്ണൽ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? 1 2 3 4 എന്ന് പോകുന്നല്ലേ? 1ന്റെ വ്യൂൽക്രമം എന്ന് പറഞ്ഞാൽ എന്താണ്? 1/1 അല്ലെ? 1/1, 1/1. ഇനി 2ന്റെ വ്യൂൽക്രമം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 1/2. അടുത്ത് 3ന്റെ വ്യൂൽക്രമം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 1/3 ആയിരിക്കും. 4ന്റെ അല്ലെ അടുത്ത എണ്ണൽ സംഖ്യ 4ന്റെ വ്യൂൽക്രമം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 1/4. അടുത്ത എണ്ണൽ സംഖ്യ 5ന്റെ വ്യൂൽക്രമം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 1/5 ആയിരിക്കും. അടുത്ത എണ്ണൽ സംഖ്യ 6ന്റെ വ്യൂൽക്രമം എന്ന് പറഞ്ഞാൽ എന്താണ്? 1/. നമുക്ക് ഇവിടെ ഒന്ന് പൊതു വ്യത്യാസം പറഞ്ഞു നോക്കാം. ഈ 1/1 എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? 1 അല്ലെ? അതായത് രണ്ടാമത്തെ പദത്തിന് ആദ്യ പദം കുറയ്ക്കുന്നു. അരയിൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ, അല്ലെങ്കിൽ രണ്ടാമത്തെ പദമായ അര മൈനസ് 1 ചെയ്യുമ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടും? -അര എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തത് മൂന്നാം പദം മൈനസ്, അല്ലെ? നമുക്ക് പൊതു വ്യത്യാസം സെയിം ആണോ എന്നല്ലേ ചെക്കേണ്ടത്? മൂന്നാം പദം മൈനസ് രണ്ടാം പദം ചെയ്ത് നോക്കാം. മൂന്നാം പദമായ 1/3 മൈനസ് രണ്ടാം പദമായ 1/2 ക്രോസ് ചെയ്യുമ്പോൾ 2 മൈനസ് 3 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 2 6 എന്ന് കിട്ടും. 2 മൈനസ് 3 എന്ന് പറഞ്ഞാൽ -1/ആണ്. ഓക്കെ, ഒന്ന് കണ്ണ് തുറന്ന് നോക്ക്. ഇവിടെ നമ്മൾ വ്യത്യാസം എടുത്തപ്പോ എന്ത് കിട്ടി? അര അല്ലെ? -1/2 കിട്ടി. താഴെ എടുത്തപ്പോ, അതായത് മൂന്നാം പദം മൈനസ് രണ്ടാം പദം ചെയ്തപ്പോ കിട്ടിയതോ -1/6 ആണ്. എന്ന് പറഞ്ഞാൽ ഒരേ സംഖ്യയാണോ കൂടി കൂടി പോകുന്നത്? അല്ല. ഇത് പറയാം, എണ്ണൽ സംഖ്യകളുടെ വ്യൂൽക്രമത്തിന്റെ തുക എന്തല്ല? അതൊരു സമാന്തര ശ്രേണിയല്ല. സമാന്തര ശ്രേണി. അപ്പൊ നമ്മൾ ഇതൊരു സ്റ്റേറ്റ്മെന്റ് ചോദ്യമാണെങ്കിൽ താഴെ പറയുന്നവയിൽ സമാന്തര ശ്രേണികൾ ഏതൊക്കെ പറയും? സ്റ്റേറ്റ്മെന്റ് 1 2 3 ശരി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അല്ലെങ്കിൽ സമാന്തര ശ്രേണിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഏതൊക്കെയാണ്? 1 2. ഓക്കെ അല്ലേ? ശരി. അപ്പൊ അടുത്തൊരു കൺസെപ്റ്റ് ആണ്. നമ്മൾ സമാന്തര ശ്രേണിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒരു കൺസെപ്റ്റ് കൂടെ ഒന്ന് മനസ്സിലാക്കിയിരിക്കണം. ഇങ്ങനെയാണ്, ഒരു സമാന്തര ശ്രേണിയിൽ ഏതു 2 പദങ്ങളുടെയും വ്യത്യാസം, ഏതെങ്കിലും 2 പദങ്ങളുടെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ അവയുടെ സ്ഥാനങ്ങളുടെ, അവയ്ക്ക് ഒരു പൊസിഷൻസ് ഉണ്ടാവില്ല, സ്ഥാനങ്ങളുടെ വ്യത്യാസവും പൊതു വ്യത്യാസവും തമ്മിലുള്ള ഗുണനഫലം എന്നാ പറഞ്ഞിരിക്കുന്നത്. ഒന്നും കൂടെ, ഒരു സമാന്തര ശ്രേണിയിലെ ഏതു 2 പദങ്ങളുടെയും വ്യത്യാസം, ഏതെങ്കിലും 2 പദങ്ങളുടെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അവയുടെ സ്ഥാനങ്ങളുടെ വ്യത്യാസമാണ്. ഇപ്പൊ നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 50-ാമത്തെ 60-ാമത്തെ, അപ്പൊ സ്ഥാന വ്യത്യാസം എന്ന് പറഞ്ഞാൽ 50 60 തമ്മിൽ വ്യത്യാസമായ 10 ആണ്. അപ്പൊ അവയുടെ സ്ഥാന വ്യത്യാസത്തിന്റെയും പൊതു വ്യത്യാസത്തിന്റെയും കോമൺ ഡിഫറൻസിന്റെ എന്തായിരിക്കും? ഗുണനഫലമായിരിക്കും പറയുന്നത്. അപ്പൊ നമ്മളിത് ഇപ്പോഴൊക്കെ നമ്മൾ ഈ 2024 SCRT നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പറയുന്നെങ്കിൽ 2019 PEO പരീക്ഷയുടെ ചോദ്യ പേപ്പർ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ കൺസെപ്റ്റ് അതേപോലെ എടുത്ത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ചോദ്യം ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. ഈ ചോദ്യം ഇങ്ങനെയാണ്: ഒരു സമാന്തര ശ്രേണിയിലെ ഏതെങ്കിലും 2 പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം, പൊതു വ്യത്യാസത്തിന്റെ ഡാഷ് ആയിരിക്കും. എന്തായിരിക്കും? പൊതു വ്യത്യാസത്തിന്റെ ഗുണിതങ്ങളായിരിക്കും. ഇത്രയേ ഉള്ളൂ. ഒരു സമാന്തര ശ്രേണിയിലെ ഏതെങ്കിലും 2 പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ആരുടെ മൾട്ടിപ്പിൾസ് ആയിരിക്കും? കോമൺ ഡിഫറൻസിന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും, അല്ലെങ്കിൽ പൊതു വ്യത്യാസത്തിന്റെ ഗുണിതങ്ങളായിരിക്കും. പോട്ടെ. അപ്പൊ നമുക്ക് പറയാം, ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കിയിരിക്കുക. ഒരു സമാന്തര ശ്രേണിയിലെ ഏതെങ്കിലും 2 പദങ്ങളുടെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും?
ആ രണ്ട് പദങ്ങൾ അല്ലെ നമുക്ക് ചോദിച്ചിട്ടുള്ള ആ രണ്ട് പദങ്ങളുടെയും സ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 30-ാമത്തെയും 37-ാമത്തെയും പദം തമ്മിലുള്ള വ്യത്യാസം എടുക്കണമെങ്കിൽ സ്ഥാനങ്ങളുടെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ 30-ഉം 37 തമ്മിലുള്ള വ്യത്യാസമായ സ്ഥാന വ്യത്യാസം എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 7. ഇതിനെ എന്തുകൊണ്ട് ഗുണിച്ചു കൊടുത്താൽ മതി? പൊതു വ്യത്യാസമായ കോമൺ ഡിഫറൻസ് കൊണ്ട് എന്ത് ചെയ്താൽ മതി? ഗുണിച്ചാൽ എന്ത് കിട്ടും? ആ രണ്ട് പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. ഒന്നുകൂടെ ഒരു സമാന്തര ശ്രേണിയിൽ ഏതെങ്കിലും രണ്ട് പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ അവയുടെ സ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എടുക്കണം. സ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എടുക്കണം. അതിനെ എന്തുകൊണ്ട് ഗുണിക്കണം? പൊതു വ്യത്യാസം കൊണ്ട്, കോമൺ ഡിഫറൻസ് കൊണ്ട് ഗുണിക്കുമ്പോൾ എന്ത് കിട്ടും? ആ രണ്ട് പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ അല്ലേ? ചോദ്യം ചെയ്യാം. അപ്പൊ ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടുള്ള ചോദ്യമാണ് ചോദ്യം. 7, 10, 13 എന്ന സമാന്തര ശ്രേണിയിലെ 68-ാം പദവും 72-ാം പദവും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 7, 10, 13 പറഞ്ഞു പോകുന്ന സമാന്തര ശ്രേണിയിൽ ഏതൊക്കെ പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിക്കണ്ടേ? 68-ാമത്തെ പദവും 72-ാമത്തെ പദവും തമ്മിലുള്ള വ്യത്യാസം എന്ന് ചോദിച്ചു. അപ്പൊ നമ്മൾ ഇപ്പോഴും പറഞ്ഞു നിർത്തിയ കാര്യം എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു സമാന്തര ശ്രേണിയിലെ ഏതെങ്കിലും രണ്ട് പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ സ്ഥാന വ്യത്യാസം അല്ലെ? സ്ഥാന വ്യത്യാസം പറഞ്ഞു. ഇവിടുത്തെ സ്ഥാന വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? 68-ഉം 72-ഉം അല്ലേ? അപ്പൊ സ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം 68-ഉം 72-ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 68-ഉം 72-ഉം തമ്മിലുള്ള വ്യത്യാസം 4. ഇതിനെ എന്തുകൊണ്ട് ഗുണിക്കണമെന്നാ പറഞ്ഞിരിക്കുന്നത്? പൊതുവ്യത്യാസം. ഇവിടുത്തെ പൊതുവ്യത്യാസം എത്ര? 7, 10, 13 പറഞ്ഞു 3 വെച്ചല്ലേ കൂടി പോകുന്നേ. അപ്പൊ 4 × പൊതുവ്യത്യാസമായ 3, നമ്മുടെ ആൻസർ എത്രയെന്ന് കിട്ടി? 12 എന്ന് പറഞ്ഞു കിട്ടി. ഓക്കെ ആണോ? അപ്പൊ ഒന്നും കൂടെ, ഒരു സമാന്തര ശ്രേണിയിലെ ഏതെങ്കിലും രണ്ട് പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. നമ്മുടെ ഈ ചോദ്യത്തിൽ എന്താണ്? 68-ാമത്തെ പദവും 72-ാമത്തെ പദവും തമ്മിലുള്ള വ്യത്യാസം. അതായത് അവരുടെ സ്ഥാന വ്യത്യാസങ്ങൾ എന്ന് പറഞ്ഞാൽ 68-ഉം 72-ഉം തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 ആണ്. അതിനെ എന്തുകൊണ്ട് ഗുണിച്ചാൽ മതി? പൊതുവ്യത്യാസം കൊണ്ട് ഗുണിച്ചാൽ മതി. അതായത് പൊതുവ്യത്യാസമായ 3 നമുക്ക് കിട്ടി. 68-ാം പദവും 72-ാം പദവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 12 ആണ്. 12 ആണ്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? മനസ്സിലായിക്കൊണ്ടേ, നന്നായിട്ട് മനസ്സിലായിക്കൊണ്ടേ. ഏതെങ്കിലും രണ്ട് പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇവിടെ പൊസിഷൻസ് തമ്മിലുള്ള വ്യത്യാസം, സ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എടുക്കണം. അതിനെ നേരെ എന്ത് ചെയ്താൽ മതി? പൊതുവ്യത്യാസം കൊണ്ട് ഗുണിച്ചാൽ. ഇനി നമ്മൾ ഈ ചോദ്യം നമ്മൾ ഒരു നേരായ രീതിയിലാണ് അപ്രോച്ച് ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഈ പറയുന്ന സമാന്തര ശ്രേണിയുടെ 68-ാം പദം കണ്ടുപിടിക്കുന്നു. പിന്നെ എന്ത് ചെയ്യണം? ഈ പറയുന്ന സമാന്തര ശ്രേണിയുടെ 72-ാം പദം കണ്ടുപിടിക്കണം. അവര് തമ്മിലുള്ള വ്യത്യാസം കൂടിയാണ്. അങ്ങനെ ചെയ്യാൻ വേണ്ടി ഇരിക്കണോ? വേണ്ട. നന്നായിട്ട് മനസ്സിലാക്കണം. സ്ഥാന വ്യത്യാസത്തിന് എന്ത് ചെയ്താൽ മതി? പൊതുവ്യത്യാസം കൊണ്ട്. ചോദ്യം 13, 20, 27 എന്ന സമാന്തര ശ്രേണിയിലെ 42-ാം പദവും 53-ാം പദവും തമ്മിലുള്ള വ്യത്യാസം. വീഡിയോ ഒന്ന് പോസ് ചെയ്യണം. നിങ്ങൾ മനസ്സിൽ ഒന്ന് ആൻസർ പറഞ്ഞു നോക്കിയേ. വീഡിയോ പോസ് ചെയ്തിട്ട് ആൻസർ പറഞ്ഞു. പറയട്ടെ. ആൻസർ ഇങ്ങനെയാണ് അല്ലെ? നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ് 42-ാമത്തെ പദവും 53-ാം പദവും തമ്മിലുള്ള വ്യത്യാസം അല്ലേ? പറ. സ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം 42-ഉം 53-ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 11. ഈ സ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസത്തിന് എന്തുകൊണ്ട് ഗുണിക്കണം? പൊതുവ്യത്യാസം കൊണ്ട് ഗുണിച്ചാൽ മതി. ഇവിടെ എത്രയാ? 13 20 20 27 എന്ന് പറഞ്ഞാൽ എത്ര വെച്ച് കൂടി പോകുന്നു? 7 വെച്ച് കൂടി പോകുന്നു. അല്ലെങ്കിൽ പൊതുവ്യത്യാസം എന്ന് പറഞ്ഞാൽ 7 ആണ്. 7 കൊണ്ട് ഗുണിച്ചാൽ മതി. അതായത് 11 × 7 നമുക്ക് കിട്ടും 77 എന്ന് പറയും. നിങ്ങളുടെ മനസ്സിൽ വന്ന നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത ആൻസർ ഇത് തന്നെയാണോ? 77 തന്നെയാണോ? ഓക്കെ. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള സെയിം ചോദ്യമാണ്. ഒരു സമാന്തര ശ്രേണിയുടെ 5-ാം പദം 38-ഉം 9-ാം പദം 66-ഉമായാൽ 25-ാം പദം എന്നതാണ്. ഒന്നും കൂടെ എങ്ങനെയാണ്? സമാന്തര ശ്രേണിയുടെ 5-ാമത്തെ പദം 38-ആണ്. 5-ാമത്തെ പദം 38-ആണ്. നമുക്ക് ഇങ്ങനെ പറയാം. ഫിഫ്ത് ടേം എന്ന് പറയാം. 5-ാം പദം എന്ന് പറഞ്ഞാൽ എന്താണ്? 38. ഇനി അടുത്തെന്താ പറഞ്ഞിരിക്കുന്നത്? 9-ാം പദം എന്ന് പറഞ്ഞാൽ 9-ാം പദം എന്ന് പറഞ്ഞാൽ എന്താണ്? 66. 5-ാം പദം 38, 9-ാം പദം 66. എങ്കിൽ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? 25-ാമത്തെ പദമാണ് കണ്ടുപിടിക്കേണ്ടത്. 25-ാമത്തെ പദം. ഓക്കെ അല്ലേ? ശരി. അപ്പൊ ഇത് നമ്മൾ നേരായ രീതിയിലൊക്കെ പറയുകയാണെങ്കിൽ
അഞ്ചാം പദത്തിന് നമ്മൾ എ പ്ലസ് 4D എന്ന് പറയും. ഇനി 9ാം പദത്തിന് നമ്മൾ എ പ്ലസ് 8D എന്നൊക്കെ പറയും. അങ്ങനെ രണ്ട് ഇക്വേഷൻ കിട്ടും. അവരെ സോൾവ് ചെയ്യണം. അങ്ങനെ 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 എ കണ്ടുപിടിക്കണം, ഡി കണ്ടുപിടിക്കണം. 25ാം പദത്തിന് നമ്മൾ എ പ്ലസ് 24D എന്നൊക്കെ പറഞ്ഞെടുക്കും. അങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിച്ച് പറയുന്നത്. ശരി, നമുക്കിവിടെ പറഞ്ഞു വരാം. 5ാമത്തെ പദം തന്നിട്ടുണ്ട്, 9ാമത്തെ പദം. ഇനി ഇത് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആയിട്ടല്ല ഞാൻ പറയുന്നത്. ടെക്സ്റ്റ് ബുക്ക് ആണെങ്കിൽ എന്താണ്, ഇതിനെ നമ്മൾ രണ്ട് ഇക്വേഷൻ ആക്കും സോൾവ് ചെയ്യും. ഷോർട്ട് കട്ട് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. അതായത് ഞാൻ ഇവിടെ 5ാം പദം 38 എന്ന് എഴുതി, 9ാം പദം 66 എന്ന് എഴുതി. വേണമെങ്കിൽ എന്ത് ചെയ്യാം, രണ്ട് ഇക്വേഷൻ ആക്കാം, അതിനെ സോൾവ് ചെയ്തെടുക്കാം. വേണ്ട, ഞാൻ അങ്ങനെ ചെയ്യാൻ നിൽക്കുന്നില്ല. 5ാം പദം 38, 9ാം പദം 66 ആണ്. ഇവിടെ കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, പൊതുവ്യത്യാസം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പറയാം. പൊതുവ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇവര് തമ്മിലുള്ള വ്യത്യാസം 66ഉം 38ഉം തമ്മിലുള്ള വ്യത്യാസം. 66 38 തമ്മിലുള്ള വ്യത്യാസം പറയുന്നു. 38, 48, 58. അപ്പൊ 20ആയി. 20ഉം പിന്നെ ഒരു 8ഉം കൂടെ വരുമ്പോഴേ 66 ആവുന്നേ. അതായത് ഇവിടത്തെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ 28 ആണ്. ഇനി ഇവിടത്തെ വ്യത്യാസം പറഞ്ഞു നോക്ക്. 9ഉം 5ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 4 ആണ്. പരിപാടി കഴിഞ്ഞു. 28 അല്ലെ, ഇവിടെ നമ്മൾ എഴുതിയ 28 ഇവിടെ എഴുതിയ നമ്പർ 28/4 ചെയ്യുമ്പോൾ ഒറ്റയടിക്ക് നമുക്ക് പൊതുവ്യത്യാസം കിട്ടി. പൊതുവ്യത്യാസം എന്ന് പറയുന്നത് എത്രയാണ്? 7 ആണ്. അപ്പൊ ഒന്നും കൂടെ നമ്മൾ എന്താ ചെയ്യുന്നത്, ഈ പറയുന്ന 66ഉം 38ഉം തമ്മിലുള്ള വ്യത്യാസം എടുത്തു. അത് എത്രന്ന് കിട്ടി? 28 കിട്ടി. പിന്നെ എങ്ങനെയാണ് 9ഉം 5ഉം തമ്മിലുള്ള വ്യത്യാസം എടുത്തു. അത് എത്രയാണ്? 4 എന്ന് പറയട്ടെ. 28/4 പൊതുവ്യത്യാസം ഒറ്റയടിക്ക് നമുക്ക് കിട്ടി 7 എന്ന് പറയട്ടെ. 7 എന്ന് പറയും. ഓക്കെ അല്ലേ? ഇനി നമുക്ക് 25ാം പദം വേണമെങ്കിൽ 25ാം പദം നമ്മൾ സാധാരണ പറയുന്നത് എന്താണ്? എ പ്ലസ് 24D എന്നാണ്. നമുക്ക് എന്ത് വേണം ഇനി? ആദ്യ പദം വേണ്ടേ? ആദ്യ പദം. ശരി, ആദ്യ പദം കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് 5ാം പദം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പറയുന്നത് എ പ്ലസ് 4D എന്നാണ് അല്ലെ? 5ാം പദത്തിന് ഇപ്പൊ നമ്മൾ 100ാം പദമാണെങ്കിൽ എങ്ങനെ പറയും? എ പ്ലസ് 99D. 25ാം പദമാണെങ്കിൽ നമ്മൾ എങ്ങനെ പറയും? എ പ്ലസ് 24D. ഒരു 35ാം പദം വേണോ? നമ്മൾ എങ്ങനെ പറയും? എ പ്ലസ് 34D. ഒരു 55ാം പദം വേണം, നമ്മൾ എങ്ങനെ പറയും? എ പ്ലസ് 1 കുറച്ച് അല്ലെ? 55 1 കുറച്ച് 54D എന്ന് പറയും. അതേപോലെ നമ്മൾ 5ാം പദത്തിന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? 5ാം പദം എന്ന് പറഞ്ഞാൽ എ പ്ലസ് 4D. അത് എത്രയും തന്നിട്ടുണ്ട്? 38 തന്നിട്ടുണ്ട്. വീണ്ടും പറയാം, എ പ്ലസ് 4 × 7 അല്ലെ? ഡി എന്ന് പറഞ്ഞാൽ നമ്മൾ 7 കണ്ടുപിടിച്ചിട്ടില്ലേ? അപ്പൊ 4 × 7 ഈക്വൽ ടു 38 എന്ന് പറയാം. 4 × 7 എന്ന് പറഞ്ഞാൽ 28 അല്ലേ? എ പ്ലസ് 28 ഈക്വൽ ടു 38 ആണ്. അതായത് ആദ്യ പദം എ എന്ന് പറഞ്ഞാൽ 38 - 28 നമുക്ക് കിട്ടി 10. അപ്പൊ പറയാം, പൊതുവ്യത്യാസം 7 എന്നും ആദ്യ പദം നമുക്ക് എന്തെന്നും കിട്ടി? 10 എന്നും കിട്ടിയില്ലേ? ഒന്നും കൂടെ പൊതുവ്യത്യാസം നമുക്ക് 7 എന്നും ആദ്യ പദം നമുക്ക് എത്രയെന്നും കിട്ടി? 10 എന്നും കിട്ടി. പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എത്രയാണ്? 25ാമത്തെ പദമല്ലേ? 25ാം പദം നമ്മൾ എങ്ങനെ പറയുന്നു വെച്ചാൽ എ പ്ലസ് 24D എന്നല്ലേ? എ പ്ലസ് 24D ചെയ്തു വരാം. എ എന്ന് പറഞ്ഞാൽ 10 പ്ലസ് 24 ഇൻറ്റു പൊതുവ്യത്യാസമായ എത്ര? 7. ശരി, ചെയ്തു നോക്കാം. 24 × 7 ചെയ്യുമ്പോൾ 24 × 7 4 × 7 എന്ന് പറഞ്ഞാൽ 28, 2 ശിഷ്ടം 2 × 7 എന്ന് പറഞ്ഞാൽ 14, 2 68 എന്ന് കിട്ടി. അതായത് 10 പ്ലസ് 168 168 10ഉം കൂടെ ചേരുമ്പോൾ നമുക്ക് കിട്ടും 178. നമുക്ക് പറയാം 25ാമത്തെ പദം എന്ന് പറഞ്ഞാൽ എന്താണ്? 178 ആണ്. 25ാം പദം എന്ന് പറഞ്ഞാൽ 178. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇതിനകത്ത് നമ്മൾ ആദ്യത്തെ 1-2 സ്റ്റെപ്പുകൾ നമ്മൾ കോമൺ ട്രഡീഷണൽ ആയിട്ടുള്ള ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന മെത്തേഡ്, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് പറയുന്ന മെത്തേഡ് അല്ല. നമ്മളൊരു ഷോർട്ട് കട്ടാണ്. നമ്മുടെ PSC ക്ലാസ്സിൽ അല്ലെങ്കിൽ ഒരു മത്സര പരീക്ഷ എഴുതാൻ പോകുന്ന ആളുകൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു ഷോർട്ട് കട്ടാണ്. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ട ഷോർട്ട് കട്ട് ഇങ്ങനെയാണ്. നമുക്ക് 5ാം പദം 38 എന്നറിയാം, 9ാം പദം 66 തരാം അറിയാം. പൊതു വ്യത്യാസം ഒറ്റയടിക്ക് പറയാം. ഈ 66ഉം 38ഉം തമ്മിലുള്ള വ്യത്യാസം അല്ലേ? എത്രയാണത്? 28 ആണ്. വീണ്ടും ഈ 9ഉം 5ഉം തമ്മിലുള്ള വ്യത്യാസം അത് എത്രയാണ്? 4. ഇവിടെ നമ്മൾ 28 അല്ലെ? ഇപ്പുറത്ത് വരുന്ന റൈറ്റ് വരുന്ന 28/4 ചെയ്യുമ്പോൾ ഒറ്റയടിക്ക് നമുക്ക് പൊതുവ്യത്യാസം കിട്ടി. പൊതുവ്യത്യാസം എത്രയാണ്? 7 ആണ്. ഇനി തന്നിട്ടുള്ള എന്താണ്? 5ാം പദം. 5ാം പദം എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ പറയാം? എ പ്ലസ് 4D എന്നാണ്. അത് എത്രയും തന്നിട്ടുണ്ട്? 38 തന്നിട്ടുണ്ട്. ഡിയുടെ സ്ഥാനത്ത് പൊതുവ്യത്യാസത്തിന്റെ സ്ഥാനത്ത് നമ്മൾ 7 ഇട്ട് കൊടുത്തു. അതായത് എ പ്ലസ് 4 × 7 നമുക്ക് എത്രയെന്ന് കിട്ടും? 38 തന്നിട്ടുണ്ട്. 28 ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ നമുക്ക് പറയാം 38 - 28. ആദ്യ പദം എന്ന് പറഞ്ഞാൽ എ എന്ന് പറഞ്ഞാൽ 10 എന്ന് കിട്ടി.
ഇനി നമുക്ക് അറിയേണ്ടത് എത്രയാണ്? 25ാമത്തെ പദമല്ലേ? 25ാം പദം നമ്മൾ എങ്ങനെ പറയും? a പ്ലസ് 24d എന്നാണ്. അതായത് a പ്ലസ്, അതായത് ആദ്യ പദമായ 10 പ്ലസ് 24 ഇൻറ്റു d. d എന്ന് പറഞ്ഞാൽ 7 ആണ്. അതായത് 24 ഇൻറ്റു 7 ചേർന്ന് നമുക്ക് കിട്ടുന്നത് 168 ആണ്. ഈ 168 10 കൂടെ ചേർന്ന് നമ്മുടെ ആൻസർ 178. ക്ലിയർ അല്ലേ? ശരി. അപ്പൊ ഇതും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള ചോദ്യമാണ്. അപ്പൊ നിങ്ങൾ ഒരു കാര്യം, ഇങ്ങനെ ഒരു ചോദ്യം വരും: 13, 24, 35 എന്നിങ്ങനെ തുടരുന്ന സമാന്തര ശ്രേണിയിൽ 101 ഒരു പദമാണോ? ആണോ അല്ലയോ? ആകെപ്പാടെ നമുക്ക് യെസ് ഓർ നോ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ആകെപ്പാടെ നമുക്ക് 4 ഓപ്ഷൻ, യെസ് നോ. ഇനി വേറെ ഓപ്ഷൻ അങ്ങനെ ഒന്നും വിചാരിക്കണ്ട. നമുക്ക് ഇനി വരുന്ന പരീക്ഷകൾ വേണമെങ്കിൽ സ്റ്റേറ്റ്മെന്റിന്റെ അകത്തിടാം. ഒരു സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ വേണമെങ്കിൽ ഇട്ടിരിക്കും: 13, 24, 35 എന്നിങ്ങനെ തുടരുന്ന സമാന്തര ശ്രേണിയിൽ 101 ഒരു പദമാണ്. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇട്ടിരിക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ തരും: ഇങ്ങനെ ഒരു ശ്രേണിയിൽ 101 ഒരു പദമല്ല എന്നൊരു സ്റ്റേറ്റ്മെന്റ് ഇട്ടിരിക്കുക. അവിടെ നമ്മൾ ശരിയാണോ തെറ്റാണോ എന്നുള്ളൊരു കാര്യം നമ്മൾ കൺക്ലൂഡ് ചെയ്തേ പറ്റൂ. അപ്പൊ ഞാൻ ടെക്സ്റ്റ് ബുക്കിനകത്ത് അതേപോലെ അങ്ങ് എടുത്തിട്ടിരിക്കുന്നതുകൊണ്ടാണ് ഈ ചോദ്യങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. നമുക്ക് സാധ്യമായിട്ടുള്ള ചോദ്യം എന്താണ്? ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇട്ടിരിക്കാം, അത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ ഉള്ള ഒരു കാര്യമാണെങ്കിൽ ചോദ്യം. ഓക്കെ. അപ്പൊ ഇങ്ങനെ ഈ ഒരു ചോദ്യം നമ്മൾ അഭിമുഖീകരിക്കുന്നതിന് മുന്നേ ഒരു കാര്യം കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞാൽ, ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞ ഒരു കൺസെപ്റ്റ് തന്നെയാണ്. ഒരു സമാന്തര ശ്രേണിയിലെ ഒരു സമാന്തര ശ്രേണിയിലെ ഏതെങ്കിലും 2 പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ പൊതു വ്യത്യാസത്തിന്റെ ഗുണിതങ്ങളായിരിക്കും. നേരത്തെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതിന്റെ സ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസത്തിന് എന്തുകൊണ്ട് ഗുണിച്ചാൽ മതി? പൊതു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഏത് 2 പദങ്ങൾ എടുത്താലും, ഒരു സമാന്തര ശ്രേണിയിലെ ഏത് 2 പദങ്ങൾ എടുത്താലും അവ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഒരു സമാന്തര ശ്രേണിയിലെ ഏതെങ്കിലും 2 പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ആരുടെ ഗുണിതങ്ങളായിരിക്കും? പൊതു വ്യത്യാസത്തിന്റെ, കോമൺ ഡിഫറൻസിന്റെ ഗുണിതമായിരിക്കും. ഓക്കെയാണ്. ഒന്നുകൂടെ ആ ഒരു കൺസെപ്റ്റ് ഒന്നുകൂടെ മനസ്സിലാക്കണം. ഒരു സമാന്തര ശ്രേണിയിലെ ഏതെങ്കിലും 2 പദങ്ങൾ തമ്മിലുള്ള, ചിലപ്പോൾ 5ാമത്തെ പദവും 150ാമത്തെ പദവും തമ്മിലുള്ള വ്യത്യാസം എപ്പോഴും എന്തായിരിക്കും? ആ സമാന്തര ശ്രേണിയുടെ പൊതു വ്യത്യാസത്തിന്റെ ഗുണിതമായിരുന്നേ പറ്റൂ. പൊതു വ്യത്യാസത്തിന്റെ ഗുണിതമായിരിക്കും. അപ്പൊ ഒന്നും കൂടെ, ഒരു സമാന്തര ശ്രേണിയിലെ ഏതെങ്കിലും 2 പദങ്ങൾ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, വ്യത്യാസം എന്ന് പറഞ്ഞാൽ ആരുടെ ഗുണിതമായിരിക്കും? പൊതു വ്യത്യാസത്തിന്റെ ഗുണിതമായിരിക്കും. പൊതു വ്യത്യാസത്തിന്റെ ഗുണിതമായിരിക്കും. മനസ്സിലായിക്കോണേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്ന് വെച്ചാൽ ഗുണിതമായിരിക്കുക എന്ന് പറഞ്ഞാൽ, ഒരു സമാന്തര ശ്രേണിയിലെ ഏതെങ്കിലും 2 പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എടുക്കുകയാണെങ്കിൽ, ഏതെങ്കിലും 2 പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എടുക്കുകയാണെങ്കിൽ ആ വ്യത്യാസത്തിന് നമുക്ക് പൊതു വ്യത്യാസം കൊണ്ട് പൂർണ്ണമായും ഹരിക്കാൻ കഴിയും. ഒന്നും കൂടെ, എങ്ങനെയാണ് ഗുണിതമാകുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സമാന്തര ശ്രേണിയിലെ ഏതെങ്കിലും 2 പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എടുക്കണമെങ്കിൽ ആ ഡിഫറൻസിന്, ആ വ്യത്യാസത്തിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പൊതു വ്യത്യാസം കൊണ്ട് പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ പൊതു വ്യത്യാസം കൊണ്ട് പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റിയാൽ എന്ത് പറയാം? അതൊരു പദമാണെന്ന് പറയാം. ശരി, നമുക്ക് പറഞ്ഞു നോക്കാം. നമ്മുടെ ഈ പറയുന്ന ചോദ്യം എന്താണ്? 13, 24, 35 ഇങ്ങനെ പോണ ശ്രേണിയിൽ 101 ഒരു പദമാണോ എന്നല്ലേ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇങ്ങനെ എഴുതി പോയാണ്: 13, 24, 35 ഡാഷ് 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 ഇങ്ങനെ എഴുതി അവസാനം 101 ഇതിനകത്ത് എവിടെയെങ്കിലും കാണുമോ എന്നാണ് നമ്മളെ ചോദ്യം. അപ്പൊ നമ്മൾ ഇപ്പൊ പറഞ്ഞു വെച്ച കാര്യം എന്താണ്? ഒരു സമാന്തര ശ്രേണിയിലെ ഏതെങ്കിലും 2 പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ആരുടെ ഗുണിതമായിരിക്കണം? പൊതു വ്യത്യാസത്തിന്റെ ഗുണിതമല്ലേ? ഇവിടുത്തെ പൊതു വ്യത്യാസം എത്രയാണ്? 13ന്റെ കൂടെ എത്ര കൂട്ടുമ്പോഴാണ് 24 ഇടുന്നത്? 11. അതായത് ഇവിടുത്തെ പൊതു വ്യത്യാസം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 11ആണ്. അപ്പൊ നമുക്ക് പറഞ്ഞു നോക്കാം, ഏതെങ്കിലും 2 പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്തായിരിക്കണം? എപ്പോഴും പൊതു വ്യത്യാസത്തിന്റെ ഗുണിതമായിരിക്കണ്ടേ? പറഞ്ഞു നോക്കാം. ഈ 13ഉം 101 തമ്മിലുള്ള വ്യത്യാസം പറയാം. 13ഉം 101 തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 101ൽ നിന്ന് 13 കുറയ്ക്കും, നമുക്ക് 88 എന്ന് കിട്ടും. ഈ 88നെ പൊതു വ്യത്യാസമായ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ 101 ഒരു പദമാണ്. ഡിവൈഡ് ചെയ്യാൻ പറ്റുമല്ലോ. 11ൽ 11 ഒരു പ്രാവശ്യം, 88ൽ 11 8 പ്രാവശ്യം. പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റി. നമുക്ക് ഉറപ്പിച്ച് പറയാം, 101 എന്ന് പറയുന്നത് ഈ പറയുന്ന സമാന്തര ശ്രേണിയിലെ ഒരു പദമാണ്. 101 ഒരു പദമാണ്. അപ്പൊ ഒന്നും കൂടെ, ഒരു സമാന്തര ശ്രേണിയിലെ ഏതെങ്കിലും 2 പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ആരുടെ ഗുണിതമായിരിക്കണം? പൊതു വ്യത്യാസത്തിന്റെ ഗുണിതമായിരിക്കണം. അതായത് ഏതെങ്കിലും 2 പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എടുക്കുമ്പോൾ
പൊതുവ്യത്യാസം കൊണ്ട് ഹരിക്കാൻ കഴിഞ്ഞാൽ, ഡിവൈഡ് ചെയ്യാൻ കഴിഞ്ഞാൽ ആ തന്നിട്ടുള്ള പദം എന്തായിരിക്കും? പദമായിരിക്കും. അപ്പൊ ഒന്നും കൂടെ 101 പദമാണോ എന്ന് ചെക്ക് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? ആ 101 ആരും തമ്മിലുള്ള വ്യത്യാസം എടുത്താൽ മതി. ആദ്യ പദവും തമ്മിലുള്ള വ്യത്യാസം, ആദ്യ പദം തന്നെ വേണമെന്നില്ല, രണ്ടാം പദം അല്ലെങ്കിൽ അഞ്ചാം പദം തമ്മിലുള്ള വ്യത്യാസം എടുത്താൽ മതി മതി. അപ്പോൾ കുറെ കൂടെ കുറയ്ക്കാൻ എളുപ്പം ആദ്യ പദം ചെറിയ വാല്യൂസ് ആയിരിക്കുമല്ലോ. അപ്പോൾ തന്നിട്ടുള്ള പദവും ആദ്യ പദവും തമ്മിലുള്ള വ്യത്യാസം 101 13 തമ്മിലുള്ള വ്യത്യാസം നമുക്ക് എത്രയെന്ന് കിട്ടി? 88 എന്ന് കിട്ടി. ഈ വ്യത്യാസത്തിന് എന്ത് ചെയ്യണം? ഈ വ്യത്യാസം എപ്പോഴും എന്തായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്? പൊതുവ്യത്യാസത്തിന്റെ ഗുണിതമല്ലേ? പൊതുവ്യത്യാസത്തിന്റെ ഗുണിതമാണെങ്കിൽ പൊതുവ്യത്യാസം കൊണ്ട് പൂർണ്ണമായിട്ടും ഹരിക്കാൻ കഴിയും. പൂർണ്ണമായും ഹരിക്കാൻ കഴിഞ്ഞു. നമുക്ക് പറയാം 101 എന്ന് പറഞ്ഞാൽ 101 എന്ന് പറഞ്ഞാൽ ഈ ശ്രേണിയിലെ ഒരു പദമാണ്, ഒരു പദമാണ്. ഓക്കെയാണോ? അതിനകത്ത് ഒരു കാര്യം കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു. 1001 ഒരു പദമാണോ എന്ന് കൂടെ ചോദിച്ചിട്ടുണ്ട്. 1001 ഒരു പദമാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടുപിടിക്കണേ. 1001 പദമാണോ എന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? 1001 13 തമ്മിലുള്ള വ്യത്യാസം എടുക്കും. അതിനെ പൊതുവ്യത്യാസമായ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണമെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. പറ്റിയില്ലെങ്കിൽ പോയിന്റ് വരാണെങ്കിൽ എന്തല്ല? 1001 പദമല്ല എന്നെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് ഒന്ന് കമന്റ് ചെയ്യണേ. 1001 പദമാണോ അല്ലയോ എന്നുള്ള കാര്യം ഒന്ന് കമന്റ് ചെയ്തേക്കണേ. ചോദ്യം. അപ്പൊ ഈ ഒരു മേഖലയിൽ നിന്ന് വന്ന ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ. ചോദ്യം ഇങ്ങനെയാണ്: 7, 15, 23 എന്ന എപിയുടെ അല്ലെങ്കിൽ സമാന്തര ശ്രേണിയുടെ പദമാകാൻ സാധ്യത ഇല്ലാത്ത സംഖ്യ ഏതാണ്? പദമാകാൻ സാധ്യത ഇല്ലാത്ത എന്ന് പറഞ്ഞാൽ ഈ കൂട്ടത്തിൽ അതിന്റെ പദമല്ലാതെ ഇരിക്കണമെന്നാണ് ചോദിച്ചത്. നമുക്കറിയാം പദമാണെങ്കിലുള്ള കണ്ടീഷൻ എന്താണ്? തമ്മിലുള്ള വ്യത്യാസം എടുക്കുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? പൊതുവ്യത്യാസം കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. നമ്മുടെ ചോദ്യം എന്താണ്? പദമാകാൻ സാധ്യത ഇല്ലാത്തത് ഏതെന്നാണ്. പദമാകാൻ സാധ്യത ഇല്ലാത്തത് ഏതെന്ന് പറഞ്ഞു. ശരി, ചെയ്തു നോക്കാം. അപ്പൊ പദമാകാൻ സാധ്യത ഇല്ലാത്തത് എന്നല്ലേ കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ ഓരോന്നായിട്ട് ചെക്ക് ചെയ്യണം അല്ലെ. ഒന്നാമത്തെ ഓപ്ഷനിൽ കിടക്കണം 103 പദമാണോ എന്ന് ചെക്ക് ചെയ്യണം. 87 പദമാണോ എന്ന് ചെക്ക് ചെയ്യണം. 71 പദമാണോ എന്ന് ചെക്ക് ചെയ്യണം. 64 പദമാണോ? ഓരോന്നായിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. പദമാണോ എന്ന് നമ്മൾ എങ്ങനെയാ ചെക്ക് ചെയ്യുന്നത്? ഈ തന്നിട്ടുള്ള 103 പദമാണോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യും? ഈ 103ൽ നിന്ന് ആദ്യ പദമായ 7 നമ്മൾ കുറയ്ക്കും. ആദ്യ പദമായ 7 കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 96 കിട്ടും. 96 കിട്ടും. ഈ കിട്ടണ വ്യത്യാസത്തിന് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം? പൊതുവ്യത്യാസം കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം അല്ലെ. പൊതുവ്യത്യാസത്തിന്റെ ഗുണിതമായിരിക്കും എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. 7ഉം 15ഉം തമ്മിലുള്ള പൊതുവ്യത്യാസം എത്രയാണ്? 8 അല്ലേ. 96നെ നമുക്ക് 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. എത്ര എന്ന് കിട്ടും? 12 എന്ന് പറഞ്ഞിട്ടും. അതായത് 103 എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പദമാണ്. 103 എന്ന് പറയുന്നത് ഈ സമാന്തര ശ്രേണിയിലെ പദമാണ്. നമ്മുടെ ചോദ്യം അതല്ല. നമ്മുടെ ചോദ്യം എന്താണ്? പദമല്ലാത്തത് എന്നല്ലേ. വീണ്ടും 87 പദമാണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതെങ്ങനെ ചെക്ക് ചെയ്യും? 87ൽ നിന്ന് ആദ്യ പദം നമ്മൾ കുറച്ചു കൊടുക്കും. 87ൽ നിന്ന് ആദ്യ പദം കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 80 എന്ന് കിട്ടും. ഈ 80നെയും നമുക്ക് പൊതുവ്യത്യാസമായി 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റൂലേ? പൂർണ്ണമായിട്ടും വെട്ടിപ്പോയി. നമുക്ക് 10 എന്ന് കിട്ടി. ഉറപ്പിച്ച് പറയാം 87 എന്താണ്? പദമാണ്. വീണ്ടും 71 പദമാണോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യും? ഈ 71ൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യ പദമായി 7 കുറയ്ക്കുന്നു. അപ്പോഴെത്ര കിട്ടും? 64 കിട്ടി. ഈ 64നെ നമുക്ക് ആരെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റി? പൊതുവ്യത്യാസം കൊണ്ട് പൂർണ്ണമായിട്ടും വെട്ടിപ്പോയി. 8 എന്ന് കിട്ടി. അതായത് പൊതുവ്യത്യാസത്തിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ എന്താണ്? 71 പദമാണ്. ഇനി നമുക്ക് അടുത്ത വേണമെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ഒരു പരീക്ഷ ഹോളിരിക്കുന്ന സംബന്ധിച്ച് ആദ്യത്തെ 3 പദമാണ്. ഉറപ്പിച്ച് കർപ്പിക്കാം ഏതാണ്? ഓപ്ഷൻ ഡി ആയിരിക്കും നമ്മുടെ ആൻസർ അല്ലേ. വേണ്ട, നമുക്ക് ഒന്നും കൂടെ ചെക്ക് ചെയ്ത് നോക്കാം. 64 പദമാണോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യും? 64 നമ്മൾ 7 കുറയ്ക്കും. 7 കുറയ്ക്കുമ്പോൾ 64 7 കുറയ്ക്കുമ്പോൾ നമുക്ക് 57 കിട്ടുന്നത്. ഈ 57നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല. 64 എന്ന് പറഞ്ഞാൽ എന്തല്ല? 64 എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ശ്രേണിയിലെ പദം അല്ല. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ തന്നിട്ടുള്ള ശ്രേണിയിലെ പദമല്ലാതിരിക്കാൻ അല്ലെങ്കിൽ പദമാകാൻ സാധ്യത ഇല്ലാത്തത് എന്ന് ചോദിച്ചാൽ 64. ഓക്കെ ആണോ? അപ്പോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ പാർട്ട് 1 ആണ്. അപ്പൊ ഇതിന്റെ ബാക്കി നമുക്ക് ഇനിയും കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ഇതിന്റെ ബാക്കി അടുത്ത ക്ലാസ്സിൽ വേറൊരു ക്ലാസ്സിൽ നമുക്ക് പഠിക്കും. പാർട്ട് 2 ആയിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. അപ്പൊ ഉറപ്പായിട്ട് നമ്മൾ SCRT ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള കാര്യങ്ങളെല്ലാം പഠിക്കും. അപ്പോൾ നന്നായിട്ടൊന്ന് നോക്കുക. നിങ്ങൾക്ക് കിട്ടുന്ന സമയങ്ങളിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഇനി
വളരെ കുറച്ച് സമയമേ ഉള്ളൂ നമ്മുടെ പരീക്ഷകൾക്ക്. കിട്ടുന്ന സമയങ്ങളിൽ ഇങ്ങനെ ഒരു അരിവേന്ന് നിങ്ങളെല്ലാം പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് അല്ലേ? ഈ പറഞ്ഞ LD ക്ലർക്ക് പരീക്ഷ എഴുതാൻ പോകുന്നവരും LP UP പരീക്ഷ എഴുതാൻ പോകുന്നവരും എല്ലാവരും എന്ത് തന്നെയാണ് 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് വന്നവർ തന്നെയല്ലേ? അപ്പൊ നമ്മൾ പണ്ട് പഠിച്ച കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് തട്ടിക്കുടഞ്ഞ് എടുക്കുന്ന കാര്യമുള്ളൂ. കുറച്ച് കൺസെപ്റ്റുകളൊക്കെ ഉണ്ട്. ആ കൺസെപ്റ്റുകളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഓക്കെ അല്ലേ? അപ്പൊ നമ്മുടെ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ വലിയ വിഷയമില്ല. കാരണം നമ്മൾ PSC പരീക്ഷകൾക്കൊക്കെ അത്യാവശ്യം കാര്യങ്ങളല്ലേ? നമ്മളൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് നമ്മൾ അത്യാവശ്യം കാര്യങ്ങൾ പഠിച്ചു വരുന്നത്. പക്ഷെ കുറച്ച് സർക്കിൾസ്, കോർഡിനേറ്റ് ജോമെട്രി അങ്ങനെയൊക്കെയുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ കുറച്ചൊന്ന് നോക്കണം. ചിലപ്പോൾ നമ്മൾ പണ്ട് പഠിച്ച കാര്യങ്ങൾ ചിലപ്പോൾ നമ്മുടെ ഓർമ്മയിൽ കാണത്തില്ല. നമുക്ക് എല്ലാം പഠിക്കാം. അപ്പോ ഇത്രയും കാര്യങ്ങൾ ഒന്ന് പഠിച്ചു നോക്കണേ. ഞാൻ 1-2 കാര്യങ്ങൾ ഞാൻ കമന്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങളൊന്ന് ആൻസർ അതിന്റെ കമന്റ് ചെയ്യണം. ഉറപ്പായിട്ട് കമന്റ് ചെയ്യണം എല്ലാവരും. കമന്റ് ചെയ്യണം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കാം. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.